മൃദുല സിദ്ധാർത്ഥ് IPS പ്ലാൻ ബി സക്സസ് ആയില്ലേ? അറസ്റ്റ് വാറന്റ് കയ്യിൽ പിടിച്ചു നിൽക്കാതെ പോയി അറസ്റ്റ് ചെയ്യൂ. അബി, സൂര്യ മുങ്ങി എവിടെയെന്നറിയില്ല. എവിടെയാണേലും ഇന്ന് ഇരുട്ടി വെളുക്കും മുന്നേ ഞാൻ അവളെ പൊക്കും. ഞാൻ നിയമത്തിൻ്റെ എല്ലാ പഴുതും അടച്ച തെളിവെല്ലാം അവൾക്ക് അനുകൂലമാക്കി. നിന്റെ ജോലി അറസ്റ്റ് ചെയ്യുക മാത്രമായിരുന്നു. പക്ഷെ നിനക്ക് അതുപോലും കഴിഞ്ഞില്ല. ഇത്ര ഉള്ളൂ മൃദുല സിദ്ധാർത്ഥ് IPS ജോലിക്ക് കൊടുക്കുന്ന ആത്മാർത്ഥത. അബി, നീ ദേഷ്യപ്പെടാതെ. സോറി, ഇത്തിരി ലേറ്റായി, അതാ പറ്റിപ്പോയത്. എന്തായാലും മീഡിയ മുഴുവൻ സൂര്യയാണ്, അതുകൊണ്ട് അവളെ കുടുങ്ങും. നീ നിന്റെ വഴിയിൽ നോക്ക്, ഞാൻ എൻ്റെ വഴി നോക്കാം. അവളുടെ കയ്യിൽ വിലങ്ങ് വീണേ പറ്റൂ. അത് അഭിറാം വർമ്മയുടെ ആവശ്യമാണ്. ശരി അബി, ഞാൻ വിളിക്കാം. ഉള്ളിൽ പതിഞ്ഞു പൊങ്ങുന്ന ദേഷ്യത്തിൽ അബി തൻ്റെ കൈ മുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ആഞ്ഞടിച്ചു. എൻ്റെ ജീവിതത്തിലാകെയുള്ള സമ്പാദ്യം ഈ തുകയാണ്, 20 ലക്ഷം. ഇതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അഭിറാം വർമ്മ, അവൻ എൻ്റെ മുന്നിൽ വരണം. തൻ്റെ മുന്നിൽ നിന്ന് 2 പേരോട് ആജ്ഞയോടെ സ്വരത്തിൽ സൂര്യ പറഞ്ഞു. പക്ഷേ അഭിറാം വർമ്മ, അവനെ എങ്ങനെ? അവനെയല്ല, അവൻ്റെ പ്രാണൻ ലക്ഷ്മിയെ പൊക്കിക്കൊണ്ടുവാ. അവളെ പിന്നെ? അഭിറാം വർമ്മ, അവൻ ഇവിടെ വരും, എൻ്റെ ഈ കാൽ ചുവട്ടിൽ. പക്ഷേ എങ്ങനെ? അതൊന്നും എനിക്കറിയണ്ട. എങ്ങനെയെങ്കിലും വേഗം ചെല്ല്. കാൽ ചുവട്ടിലാകെ ഉണ്ടായിരുന്ന മണ്ണ് മൊലിച്ച് കയ്യിൽ നിന്ന് പോയ എൻ്റെ നിൽപ്പ് ഇനി ഒറ്റ ലക്ഷ്യം, അഭിറാം വർമ്മ, അവൻ്റെ പതനം. കണ്ണിൽ കത്തുന്ന പകയോടെ അവരുടെ മുന്നിൽ നിന്ന് സൂര്യയുടെ മുഖം കണ്ട് അവർ പേടിയോടെ നോക്കി. നിങ്ങൾ ആരാ? എന്നെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നെ അഴിച്ചുവിടാൻ നിനക്കൊക്കെ എന്താ വേണ്ടത്? അഭിറാം വർമ്മയുടെ ജീവൻ എന്താ നീ തരുവോ? കേട്ട് പരിചിതമായ ശബ്ദം കേട്ട് ലക്ഷ്മി അങ്ങോട്ട് നോക്കി. തൻ്റെ മുന്നിൽ നിന്ന് ആളിനെ കണ്ട ആദ്യം പേടിയും പിന്നെ പുച്ഛവും കൊണ്ട് അവൾ തൻ്റെ മുഖം തിരിച്ചു. നിങ്ങൾ കൊള്ളാം, ഇവളെ പൊക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് കൊണ്ടുവരുമെന്ന് കരുതിയില്ല. നീയൊക്കെ ഇപ്പോൾ എനിക്ക് ചെയ്തു തന്നത് ഞാൻ മരിച്ചാലും മറക്കില്ല. മിസ്സസ് ലക്ഷ്മി അഭിറാം വർമ്മ. അഭിറാം വർമ്മയുടെ ജീവനും ജീവിതവും ഇവൾ ഒരാൾക്ക് വേണ്ടി അവൻ അവൻ്റെ മുഴുവൻ സ്വത്തും എൻ്റെ കാൽ കീഴിൽ വെക്കും. പക്ഷേ എനിക്കിപ്പോൾ വേണ്ടത് എൻ്റെ തലയിൽ തൂങ്ങി നിൽക്കുന്ന കുരുക്കഴിച്ചു മാറ്റുക എന്നതാണ്. വിളിച്ചു പറയടി അവനോട്, മൃദുല സിദ്ധാർത്ഥ് IPS. അവളെ വിളിച്ചു പറഞ്ഞതൊക്കെ മാറ്റി പറയാൻ. ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന്. എന്നെ കൊന്നാലും പറയില്ല സൂര്യ. നീ തെറ്റ് ചെയ്തുവെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും. നിയമത്തിൻ്റെ മുന്നിൽ നീ കൊലയാളിയാണ്, ദൈവത്തിൻ്റെ മുന്നിലും. വാക്കുകൾ കൊണ്ട് നമ്മൾ തമ്മിൽ മത്സരിച്ചിരുന്നൊരു സമയമുണ്ട്. ഇപ്പം എനിക്ക് തീരെ സമയമില്ല. വിളിക്കും നിൻ്റെ അഭിയേട്ടനെ. എന്തായാലും ഞാൻ തൂങ്ങും. നിന്നെ കൊന്നാലും അതിൽ മാറ്റമൊന്നും വരില്ല. എന്നെക്കൊണ്ട് കൂടുതലൊന്നും ചെയ്യിക്കരുത്. എനിക്കറിയാം ഇപ്പം നിനക്ക് ഏറ്റവും പേടി മരണമാണ്. കാരണം നിനക്ക് അവൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. വിളിക്ക്. തൻ്റെ ചെവിയിൽ വെച്ച് തന്ന ഫോണിലെ റിങ്ങിനേക്കാൾ ലക്ഷ്മിയുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. ഹലോ അഭിറാം വർമ്മ, ആരാ? അബിയുടെ ശബ്ദം കേട്ടതും ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അബിയേട്ടാ. ലച്ചു, നിന്റെ സ്വരന്തമല്ലാതെ ഈ നമ്പർ ഏതാ? എന്തു ചെയ്യാൻ അഭിറാം? മരണം തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയല്ലേ പറ്റൂ? ഫോണിൽ സൂര്യയുടെ ശബ്ദം കേട്ടതും ദേഷ്യത്തിൽ അഭി തൻ്റെ ചെയറിൽ നിന്നും ചാടി എണീറ്റു. സൂര്യ, നിനക്കറിയില്ല എന്നെ. അവൾക്ക് എന്തേലും പറ്റിയ നിന്നെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. പേടിപ്പിക്കല്ലേ, എൻ്റെ തോക്കിൻ മുനയിലാണ് നിന്റെ പ്രാണൻ്റെ നിൽപ്പ്. നോ സൂര്യ, നീ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. പ്ലീസ് അവളെ ഒന്നും ചെയ്യരുത്. അങ്ങനെ വഴിക്ക് വാ. നിനക്കറിയാം ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതെല്ലാം നിന്റെ കളിയാണ്, എനിക്കുറപ്പുണ്ട്. നീ ആദ്യം നിന്റെ മൃദുവിനെ വിളിച്ചു പറ, ഞാൻ നിരപരാധിയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ. സൂര്യ, ഒരു ദിവസം സമയം എനിക്ക് തരണം. ഞാൻ ഇപ്പോൾ തന്നെ മൃദുവിനെ വിളിക്കാം. നീ ലച്ചുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. അവളൊന്നും ചെയ്യരുത്. വെച്ചിട്ട് പോ അഭിറാം. നീ ഞാൻ പറഞ്ഞതാദ്യം ചെയ്യ്. ഫോൺ കട്ടായതും എന്തു ചെയ്യണമെന്നറിയാതെ അഭി ചെയറിലിരുന്നു. എന്താ സ്നേഹം നിന്റെ കെട്ടിയവന്? പാവം, പേടിച്ചു. സൂര്യ, എൻ്റെ അഭിയേട്ടനെ നിനക്കറിയില്ല. നിന്റെ പണി നീ ഇപ്പോൾ ചോദിച്ചു വാങ്ങുന്നതാണ്. അഭിറാം വർമ്മ, എനിക്കറിയാം അവനെ. പിന്നെ ഒന്നുണ്ട്, നീ അറിഞ്ഞ പോലെ അറിഞ്ഞിട്ടില്ല. അറിയണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വികാരം അവനോടില്ല. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ ചത്തൊടുങ്ങുന്നതാണ്. സൂര്യ പറയുന്ന ഓരോ വാക്കും സൂക്ഷിച്ച് പറയണം. എനിക്കിവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്തത് നിന്റെ ഭാഗ്യം. അല്ലെ എൻ്റെ പ്രാണനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് നിന്റെ നാക്ക് വലിച്ച് പുറത്തിട്ടേനെ. ഒത്തിരി നീ ചീറല്ലേ. നിന്റെ പ്രാണൻ അവൻ എനിക്ക് തന്നത് 8ൻ്റെ പണിയാണ്. 5 വർഷം പട്ടിയെ പോലെ ഞാൻ അവൻ്റെ പുറകെ നടന്നു. അവനെ മാത്രം സ്വപ്നം കണ്ടു.
എത്ര രാത്രികൾ അവനിൽ ലയിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നീ ഒറ്റ ഒരുത്തി അത് മുഴുവൻ കുളമാക്കി തന്നു. ഇത്രയും പക അവനോടുണ്ടെങ്കിലും അവനെ കണ്ട എൻ്റെ കൺട്രോൾ പോകും. നിങ്ങൾ എന്ത് ഫുഡാണ് അവന് കൊടുക്കുന്നത്? എന്താ മസില്, ലുക്ക്! പിന്നെ പറയണ്ട, ഏറ്റവും മനോഹരമായ ചിരിയാണ്. സത്യം പറയാലോ, ചില സമയത്ത് അവനെ കണ്ട കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും. മതി, നിർത്ത് സൂര്യ. നിനക്ക് നാണമില്ലേ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ വർണ്ണിക്കാൻ? ദേഷ്യത്തിൽ തന്നോട് അത്രയും പറഞ്ഞ ലക്ഷ്മിയെ സൂര്യ ചിരിയോടെ നോക്കി. തന്നോടുള്ള അവളുടെ ദേഷ്യം ആ മുഖത്ത് കാണാമായിരുന്നു. ചേറിൽ ചേർത്തു കെട്ടിയ കൈ ദേഷ്യത്തിൽ ലക്ഷ്മി ചുരുട്ടി. എന്തു ചെയ്യാൻ മോളെ, ഒത്തിരി അമ്മോദരനെ കൊതിച്ചു പോയി. കൊലക്കാരിനെ മുന്നിൽ നിർത്തിയിട്ട് പോലും അവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയത് കണ്ടതാണ്. പിന്നെ ഇപ്പോൾ ഒരാശ്വാസം നിനക്കുമില്ല എനിക്കുമില്ല, ചത്ത മണ്ണടിയുമെന്നുള്ളതാണ്. സൂര്യ! ലക്ഷ്മിയുടെ ദേഷ്യത്തോടെയുള്ള അലർച്ചയിൽ സൂര്യ തൻ്റെ ചെവികൾ രണ്ടും പൊത്തി. പതുക്കെ, ഒത്തിരി അലറി തൊണ്ട പൊട്ടിക്കാതെ. നാളെ ഈ സമയത്ത് കെട്ടിയവൻ ചത്ത് കിടക്കുമ്പോൾ കരയണം. തൊണ്ട പണി തന്നാൽ തീർന്നു. നമ്മൾ രണ്ടാളും ഏതാണ്ട് ഒരുപോലെയാണ്. ഞാൻ കൊട്ടാരത്തിൽ നിന്നും കുടിലിലെത്തി, നീ കുടിലിൽ നിന്നും കൊട്ടാരത്തിലെത്തി. രണ്ടും ഒരാളുടെ കഴിവ്. അഭിറാം വർമ്മ. എന്താ യോഗം! വർമ്മ അസോസിയേറ്റ്സ് ഒന്നും രണ്ടുമല്ല, കോടികളാണ് ആസ്തി. അഭിറാം വർമ്മ മുടിഞ്ഞ തലയാണ് അവൻ്റെ. 23-ാം വയസ്സിൽ തുടങ്ങി 28-ാം വയസ്സിലെത്തി നിൽക്കുന്ന രാജകീയ യാത്ര. മതിയടി അവൻ വളർന്നത്. പലരും നോക്കി ആ ഒറ്റയാനെ ഒന്ന് വീഴ്ത്താൻ. വീണില്ല. പക്ഷെ ഇന്ന് അവൻ വീഴും. അല്ല, ഞാൻ വീഴ്ത്തും. എന്താ ഭംഗി നിന്നെ കാണാൻ! സീമന്തരേഖ നിറയെ സിന്ദൂരം, താലി, ഇതൊന്നും പോരാഞ്ഞിട്ട് അഭിറാമെന്ന് നെഞ്ചിൽ തന്നെ. ഇതൊക്കെ ഇന്ന് ഇട്ടോ മോളി. നാളെ തൊട്ട് നീ ഇതൊന്നും കാണില്ല. കാരണം നാളെ തൊട്ട് നീ അഭിറാം വർമ്മയുടെ വിധവയാണ്. സൂര്യ പറയുന്ന ഓരോ വാക്കുകളും ലക്ഷ്മിയുടെ ദേഷ്യം കൊടുമുടിയിലെത്തിച്ചു. ദേഷ്യം കൊണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി. സൂര്യ, മരിച്ചുപോയ എൻ്റെ അമ്മ സത്യം. ഞാൻ ജീവനോട് നിൻ്റെ മുന്നിലുണ്ടെങ്കിൽ എൻ്റെ അഭിയേട്ടനെ പറഞ്ഞ നിന്നെ ഉണ്ടല്ലോ. അഭിറാം വർമ്മ, ആ മനുഷ്യന് നിൻ്റെ കൈകൊണ്ടാണ് മരണമെങ്കിൽ നീ ജയിലിൽ പോവില്ല. അതിനു മുന്നേ എൻ്റെ കൈകൊണ്ട് നീ തീരും. ഞങ്ങളുടെ സ്നേഹം സത്യമാണ്. മരണം കൊണ്ടുപോലും ഞങ്ങൾ അകന്നു മാറില്ല. അഭിറാം വർമ്മയുടെ വിധവയായി ജീവിച്ചു തീർക്കില്ല എൻ്റെ ജീവിതം. ഒപ്പം മരിക്കും ഞാൻ. തന്നെ നോക്കി പകയോടെ അത്രയും പറഞ്ഞ ലക്ഷ്മിയെ സൂര്യ നോക്കി നിന്നു. സമ്മതിക്കണം മോളെ, നീയാണ് പെണ്ണ്. മരണം മുന്നിലുണ്ടെങ്കിലും ഒട്ടും ഭയമില്ലാത്ത നിന്റെ കണ്ണുകൾ. രാഹുൽ പറഞ്ഞത് ശരിയാണ്. നിന്റെ മനസ്സൊരു കല്ലാണ്. നമിച്ചു മോളെ, നമിച്ചു. പിന്നെ നീ അവൻ്റെ കൂടെ മരിച്ചോ? നോ പ്രോബ്ലം. പക്ഷേ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒത്തിരി ബുദ്ധിയുള്ള വരാൽ കരയിലെ മുട്ടയിടൂ എന്നാണ് ചെല്ല്. അതാണ് നിന്റെ ഭർത്താവ് ചെയ്തത്. എന്നെ പോലൊരുത്തിയാണ് അവൻ്റെ ശത്രു എന്നറിഞ്ഞിട്ടും നിന്നിലൊരു ശ്രദ്ധ അവനില്ല. പിന്നെ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ അടിവേര് നോക്കിയാണ് അവൻ വെട്ടിയത്. വീണു എന്ന് കരുതി. പക്ഷേ സൂര്യ രാമചന്ദ്രൻ അങ്ങനെ വീഴില്ല. ഇനി വീണാലും അഭിറാം വർമ്മയുടെ തലയും കൊണ്ടേ വീഴൂ. ലച്ചു എന്ന സ്നേഹാർദ്ദമായ വിളിയും ആ നെഞ്ചിലെ ചൂടും തനിക്കൊപ്പം ഉണ്ടെന്ന് ലക്ഷ്മിക്ക് തോന്നി. അവനിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനോഹരമായ പുഞ്ചിരി മനസ്സിലോർത്തു. നിറഞ്ഞ കണ്ണുകൾ അവൾ ഇറുക്കെ അടച്ചു. അഭിയേട്ടാ എന്ന രാഹുലിൻ്റെ വിളിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന അഭി തിരിഞ്ഞു നോക്കി. എന്താടാ? അത് അഭിയേട്ടാ, ഞാൻ ചെയ്ത കുറ്റമേൽക്കാൻ തയ്യാറാണ്. അവരുടെ മരണം എൻ്റെ കൈകൊണ്ടാണ്. എൻ്റെ അമ്മുവിന് വേണ്ടി ഞാൻ ചെയ്തത് തെറ്റായി എനിക്ക് തോന്നുന്നില്ല. എന്നെ അറസ്റ്റ് ചെയ്ത സൂര്യ ലച്ചുവിനെ. ദേഷ്യത്തിൽ അഭി കാറിൻ്റെ ബ്രേക്ക് ചവിട്ടി പുറത്തിറങ്ങി. പുറകിലിരുന്ന് രാഹുലിനെ വലിച്ച് പുറത്തേക്കിറക്കി അവൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ചു. എന്താടാ നീ പറഞ്ഞത്? ഒന്നുകൂടെ പറയടാ. അത് അഭിയേട്ടാ, ഞാൻ. തൻ്റെ മുന്നിൽ ദേഷ്യത്തിൽ നിന്ന് അഭിയെ പേടിയോടെ രാഹുൽ നോക്കി. ഇനി ഒരു തവണ നിന്റെ വാ തുറന്ന് ഒരാളോട് ഈ കാര്യം പറഞ്ഞ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും, കേട്ടല്ലോ? തൻ്റെ നേരെ ദേഷ്യത്തിൽ അലറി. അത്രയും പറഞ്ഞ അഭിയുടെ ഭാവം കണ്ട് രാഹുൽ പേടി കൊണ്ട് അടുത്തു നിന്നും സഞ്ജുവിനെ നോക്കി. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ സഞ്ജു അങ്ങോട്ട് ചെന്നു. അഭി, അവനെ വിട്. അവൻ സങ്കടം കൊണ്ട് പറഞ്ഞതാവും. വിടഭി. സഞ്ജു പറഞ്ഞതും അഭി അവനിൽ നിന്നും അകന്നു മാറി. അഭിയേട്ടാ, ഞാൻ ലച്ചു, അവളുടെ ജീവൻ. അതുകൊണ്ട്. കേട്ടോ സഞ്ജു ഇവൻ പറയുന്നത്? ഇതിനാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്? നിന്നെ സ്നേഹിക്കുന്ന എന്നെ നീ തിരിച്ചു സ്നേഹിക്കണമെന്നില്ല. പക്ഷെ എൻ്റെ കൂടെ നിന്ന് എന്നെ തോൽപ്പിച്ചാലുണ്ടല്ലോ, വെട്ടിയരിയും ഞാൻ. അഭിയേട്ട, സ്നേഹമില്ല എന്ന് പറയരുത്. നിങ്ങളോടുള്ള പോലെ സ്നേഹവും ബഹുമാനവും വേറെ ആരോടുമില്ല. ലച്ചു, ഞാൻ അവളുടെ ജീവനെ കരുതി. സൂര്യദേഷ്യം വന്നാൽ എന്തു ചെയ്യും? ലക്ഷ്മി, അവൾ എൻ്റെ ഭാര്യയാണ്. അവളുടെ ജീവനിൽ എനിക്കില്ലാത്ത പേടി നിനക്കെന്തിനാ?
മൃദുല സിദ്ധാർത്ഥ് IPS അവൾ പഠിച്ചതും പറഞ്ഞതുമായ എല്ലാ എത്തിക്സും മാറ്റിവെച്ചാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത്. സത്യം എൻ്റെ കൂടെയാണ് എന്നുള്ളതുകൊണ്ട്. സഞ്ജുവിൻ്റെ മാമൻ്റെ മോളാണ്, കുഞ്ഞിലെ തൊട്ടറിയാം. ബെസ്റ്റ് എന്ന് തന്നെ പറയാം. പക്ഷേ അവൾക്കറിയില്ല നീയാണ് അവരെ. മൃദുല സിദ്ധാർത്ഥ് IPS അവളുടെ മുന്നിൽ ആ 3 പേരുടെയും കൊലയാളി അഭിരാം വർമ്മയാണ്. നിറഞ്ഞു കണ്ണുമായി രാഹുൽ അഭിയെ നോക്കി. എന്തിനാ അഭിയേട്ട ചെയ്യാത്ത തെറ്റ് സ്വയം എനിക്ക് വേണ്ടി? ഞാൻ ഇതിനൊക്കെ എന്താ തിരിച്ചു തരിക? IAS എന്ന 3 അക്ഷരം 5 വർഷം കഴിയുമ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് നൽകേണ്ടത് വെറും രാഹുൽ രാമനാഥനായല്ല. രാഹുൽ രാമനാഥൻ IAS പറ്റുമോ നിന്നെ കൊണ്ട്? ഇനി പറ്റില്ല എന്നാണെങ്കിൽ ഞാനും നീയും തമ്മിലെ ബന്ധം ഇവിടെ തീരും. പറ രാഹുൽ. നടക്കൂ അഭിയേട്ട. ഏട്ടൻ്റെ ആഗ്രഹം എന്താണ് എങ്കിലും എത്ര ബുദ്ധിമുട്ട് സഹിച്ചും ഞാൻ നടത്തിയെടുക്കും. അഭിയുടെ നെഞ്ചിലേക്ക് വീണ അത്രയും പറഞ്ഞ് രാഹുലിനെ സഞ്ജുവും അഭിയും നിറകണ്ണുകളോടെ നോക്കി. അപ്പു. സ്നേഹാത്രമായ അഭിയുടെ വിളിയിൽ രാഹുൽ അവൻ്റെ നെഞ്ചിൽ നിന്ന് തലയെടുത്തു. മോനെ, സിവിൽ സർവീസ് എന്ന നാണയത്തിന് 2 വശങ്ങളാണ്. IAS IPS ഒറ്റ നേട്ടത്തിൽ ഒരേപോലെ, പക്ഷേ ഒരു പടി മുകളിൽ IAS ആണ്. ചെറിയ മാർക്കിൻ്റെ വ്യത്യാസം. നാളെ നീ മൃദുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ കണ്ണിൽ വേണ്ട വികാരം തൻ്റെ അതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ എന്ന ബഹുമാനമാണ്. അല്ലാതെ പെങ്ങൾക്ക് വേണ്ടി പക തീർത്ത കൊലയാളിയാകരുത്. മനസ്സിലായോ അപ്പൂന്? ശരിയെന്ന മട്ടിൽ രാഹുൽ തൻ്റെ തല നനക്കി. പിന്നെ നെക്സ്റ്റ് വീക്ക് കോച്ചിങ് തുടങ്ങും. എക്സാം വരെ വീട്ടിൽ നിന്നു. നിന്നെ പഠിപ്പിക്കാൻ പോണത് ഞാനാണ്. ബെസ്റ്റ്. നീ തീർന്നു അപ്പു, തീർന്നു. ഈ കാലം നിന്നെ കൊല്ലും. സഞ്ജു പറഞ്ഞത് കേട്ട് രാഹുൽ ഒന്ന് ചിരിച്ചു. അബി പെങ്ങൾ? അയ്യോ അത് ശരിയാ സഞ്ജു. ഉള്ള ഡ്രഗ്സൊക്കെ അടിച്ചു കയറ്റി വട്ടായ മുതലാണ് സൂര്യ. നീ എൻ്റെ ഐപാഡിങ്ങെടുത്ത് ട്രാക്ക് മാപ്പ് നോക്കി ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേ. നീ എന്തായി അബി പറയുന്നത്? നീ ആദ്യം ഞാൻ പറഞ്ഞത് കേൾക്ക്. ഐപാഡ് കൈകളിലെടുത്ത് സഞ്ജു അബിയെ നോക്കി. ഏതാ സഞ്ജു ട്രാക്കിംഗ് പ്ലേസ് കാണിക്കുന്നേ? ചർച്ച്. ഏത് ചർച്ച്? ആ അതടുത്താണല്ലോ. പക്ഷേ അബി ഇതെങ്ങനെ? മോനെ സഞ്ജീവ് മഹാദേവ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേറിയും അഭിറാം വർമ്മ. എനിക്കറിയില്ലേ അവളുടെ റേഞ്ച്. ഒരു കുഞ്ഞു ട്രാക്ടർ, ഒരു മുൻകരുതൽ എനിക്കെൻ്റെ ലൈഫിൽ നോക്കേണ്ടേ? എൻ്റെ അബി, നിൻ്റെ ബുദ്ധി നമിച്ചു. പെങ്ങൾ അറിഞ്ഞോ? എങ്ങനെ വെച്ചു? അറിഞ്ഞില്ല. അഭിറാം എന്ന പേരിൽ തന്നെ ഇട്ടു. ആദ്യം കരുതിയതൊരു വാച്ച് മതിയെന്നാണ്. പക്ഷെ ആ പിശാച്ച് അതൊന്നും ഉപയോഗിക്കില്ല. ഇതാവുമ്പോൾ ഊരി വയ്ക്കില്ല. അത്രയും അവൾ എന്നെ സ്നേഹിക്കുന്നു. പിന്നെ അപ്പൂ അവിടെ പോയി നിന്ന് ആവേശമൂത്ത് അവരെ കൊന്നു തള്ളി എന്നെങ്ങാനും പറഞ്ഞ നിന്റെ നടുവടിച്ച് ഞാൻ ഒടിക്കും. കേട്ടല്ലോ? എങ്കി വാ കയറ്. അമ്മേ. തലമുടിയിൽ സൂര്യ കുത്തിപ്പിടിച്ച വേദന ലക്ഷ്മി അറിയാതെ കണ്ണു തുറന്നു. എന്താണ് അഭിയേട്ടനെ സ്വപ്നം കാണുക? എന്താണ് കണ്ടത്? മനോഹരമായ മുഹൂർത്തമാണെങ്കിൽ എന്നോട് കൂടെ പറ. റൊമാൻസ് മതി, എനിക്കതാ ഇൻട്രസ്റ്റ്. പറയടി മോളെ, കേൾക്കട്ടെ. കേൾക്കുന്ന നിനക്ക് നാണം കാണില്ല, പക്ഷേ പറയാൻ എനിക്ക് നാണമുണ്ട്. എൻ്റെ ബെഡ്റൂം കഥകൾ പറയാൻ നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നുമല്ല. അയ്യോ വേണ്ട, കേട്ടാൽ ചിലപ്പോൾ ഞാൻ താങ്ങില്ല. ഈ ഒരു സമയമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ്റെ ചൂടേറ്റ് വാങ്ങിയ ശരീരം ഞാൻ വെട്ടിനുറുക്കിയനെ. ദേഷ്യത്തിൽ കൂടുതൽ ശക്തിയോടെ സൂര്യലക്ഷ്മിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. വേദന കൊണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്താ മുടി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു കത്രിക കാണാനില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് വെട്ടിയിട്ടേനെ ഞാൻ. അയ്യോ ചതിക്കല്ല മോളെ, ഈ പാവപ്പെട്ടവൻ ആ മുടിയിലാണ് വീണത്. നിനക്ക് വെട്ടിപ്പടിക്കാനേ വേറെ തലതരാം. അഭിയേട്ടൻ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദം തിരിച്ചറിഞ്ഞ് ലക്ഷ്മി അങ്ങോട്ട് നോക്കി. എന്നുമുള്ളതുപോലെ തന്നെ ആ മുഖത്ത് അവൾക്ക് വേണ്ടി മാത്രം ഒരു ചിരി ഉണ്ടായിരുന്നു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഞ്ചിരി. തലയുടെ വേദനയിൽ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയെങ്കിലും അവളുടെ ആദരത്തിൽ ഒരു ചിരി വിടർന്നു. തൊട്ടു മുന്നിൽ നിൽക്കുന്ന അഭിയെ കണ്ടതും സൂര്യലക്ഷ്മിയുടെ തലയിൽ നിന്ന് പിടിവിട്ടു. മുന്നിലിരിക്കുന്ന ലക്ഷ്മിയുടെ കരഞ്ഞു കലങ്ങിയ മുഖം കണ്ട് ദേഷ്യത്തിൽ അഭി തൻ്റെ മുഷ്ടി ചുരുട്ടി. അഭിറാം വർമ്മ, ഹീറോയുടെ മാസ് എൻട്രി നേരത്തെയാണല്ലോ. സൂര്യയുടെ പുച്ഛിച്ചുള്ള സംസാരത്തിൽ അഭി ഒന്ന് ചിരിച്ചു. വന്നല്ലേ പറ്റൂ. എൻ്റെ വീക്ക്നെസ്സിലാണ് നീ പിടിച്ചത്. എങ്കിൽ നിന്നെ ഞാൻ സമ്മതിച്ചു. നിനക്ക് ഒളിക്കാൻ പറ്റിയ സ്ഥലം കൊള്ളാം. എൻ്റെ പുതിയ ഷോറൂം, അവിടെ തന്നെ അപാര ബുദ്ധി. അതേടാ, നിൻ്റെ പണി തീരാത്ത ഈ ഷോറൂം. ഇവിടെ എന്തായാലും നിൻ്റെ മൃദു തപ്പില്ല. എന്ത് ചെയ്യാം, ആവശ്യം എൻ്റെയല്ലേ. ഡയലോഗ് പറഞ്ഞു നിന്നാലേ എൻ്റെ പെണ്ണ് പാവമൊന്ന് അഴിച്ചു വിടട്ടെ. നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. സഞ്ജു, പെങ്ങൾ നിൻ്റെയല്ലേ, എന്നിട്ട് നീ നോക്കി നിൽക്കുന്നേ. ഒന്ന് ചെന്ന് അഴിച്ചു വിടുമോനെ സഞ്ജീവ് മഹാദേവ.
അഭിചിരിയോടെ സഞ്ജുവിനെ നോക്കി പറഞ്ഞതും സഞ്ജു ലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് പെട്ടെന്ന് സൂര്യ കയ്യിലിരുന്ന് തോക്ക് അവൻ്റെ നേരെ ചൂണ്ടി. സഞ്ജു പേടിയോടെ അഭിയെ നോക്കി. പറ അഭിറാം, നിനക്കിവരിൽ ആരാണ് ഏറ്റവും പ്രിയപ്പെട്ടത്? വലതുവശത്ത് നിൽക്കുന്ന നിന്റെ ജീവനായ സഞ്ജീവ് മഹാദേവനോ അതോ ഇടതുവശത്ത് നിൽക്കുന്ന ജീവൻ്റെ ജീവനായ ലക്ഷ്മി അഭിറാമോ? നീ ഒരാളുടെ പേര് പറഞ്ഞ മറ്റേയാളുടെ നെഞ്ചത്തൻ്റെ തോക്കിലെ ബുള്ളറ്റ് കയറും. എന്തു പറയണമെന്നറിയാതെ അഭി സൂര്യയെ നോക്കി. പറ അഭിറാം. തൻ്റെ നേരെ ദേഷ്യത്തിൽ അലറിയ സൂര്യയെ പകയോടെ അഭി നോക്കി. സഞ്ജു, അവനെ ഒന്നും ചെയ്യരുത്. അഭി അത് പറഞ്ഞതും ലക്ഷ്മിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അവൾ അറിയാതെ ഒഴുകിയിറങ്ങി. കേട്ടില്ലേ നീ അഭിറാം വർമ്മ അവൻ്റെ തിരുവാ കൊണ്ട് മൊഴിഞ്ഞത്? ലക്ഷ്മി, നീ ഇവന് വേണ്ടിയാണോ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ്? ഈശ്വര, ഒരു ഭാര്യയ്ക്കും ഈ ഗതി വരുത്താതിരിക്കട്ടെ. ഈ നിൽക്കുന്ന രാഹുൽ ഇവൻ ഒത്തിരി തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അർജുനന് കൃഷ്ണൻ എങ്ങനെയാണോ അതുപോലെയാണ് അഭിറാമിന് സഞ്ജീവെന്ന്. ശരിയാണ്, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഉലയാത്ത ബന്ധം. പക്ഷേ ഇത്ര സ്നേഹം, സ്വന്തം ഭാര്യയേക്കാൾ സ്നേഹം. അപ്പോൾ എങ്ങനെയാണ് അഭിറാം? റിഗർ വലിക്കുവല്ലേ? ലക്ഷ്മിയുടെ നേരെ തോക്ക് ചൂണ്ടിയ സൂര്യ അവൾ പേടിയോടെ നോക്കി. അഭിയെ നോക്കിയതും ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്താ അഭിറാം, നിനക്ക് സങ്കടം തോന്നിയോ? മാറ്റി ചിന്തിക്കാൻ ഒരു 5 മിനിറ്റ് തരാം. അയ്യോ വേണ്ട, നിന്റെ മോഹം നടക്കട്ടെ, വലിച്ചോ. വല്ല ആക്ഷൻ സിനിമ കണ്ട് തോക്കും ചൂണ്ടി നിന്നാ പോരാ, ആദ്യം ബുള്ളറ്റ് ഉണ്ടോ എന്ന് നോക്കിക്കൂടെ നിനക്ക്? ഇത്ര പാസ്സായി ഞാൻ വന്നത് നിന്നെ പോലൊരു ഭൂലോക തോൽവിയുടെ മുന്നിലാണല്ലോ. അഭി അത് പറഞ്ഞതും ഒരു ഞെട്ടലോടെ തൻ്റെ തോക്കിലെ ബുള്ളറ്റ് നോക്കി. നീ നോക്കണ്ട, അതിലെ ബുള്ളറ്റ് ഈ അപ്പുവിൻ്റെ കയ്യിലാണ്. എൻ്റെ സൂര്യ, ഇവൻ നല്ല നടനാണ് എന്ന് നിനക്കറിയില്ലേ? അങ്ങനെയുള്ള ഇവൻ നിന്നെ കാണാൻ വീട്ടിൽ വരുമ്പോൾ നീ ഒന്ന് കരുതിയിരിക്കണ്ടേ? തൻ്റെ മുന്നിൽ നിന്ന് തന്നെ കളിയാക്കിയതുപോലെ ചിരിച്ച അഭിയെ കണ്ട് സൂര്യയ്ക്ക് ദേഷ്യം വന്നു. ദേഷ്യത്തിൽ മുന്നോട്ട് വന്ന് തൻ്റെ കഴുത്തിന് നേരെ നീട്ടിയ സൂര്യയുടെ കൈ പിടിച്ച അഭി അവളുടെ പുറകിൽ ബലമായി പിടിച്ചു വെച്ചു. അഭിയുടെ ശക്തിയിലുള്ള പിടിയിൽ അവൾക്ക് നന്നായി വേദനിച്ചുവെങ്കിലും അവനോടുള്ള പകയിൽ ആ കണ്ണിൽ കണ്ടത് ദേഷ്യമാണ്. സൂര്യ രാമചന്ദ്രൻ, 5 വർഷമായി നിന്നെ ഞാൻ സഹിക്കുന്നു. എന്താടി നിനക്ക് എന്നോട് ഇത്രയും വിരോധം? നിന്റെ ഡാഡി എനിക്ക് ഒത്തിരി പണി തന്നിട്ടുണ്ട് ബിസിനസ്സിൽ. എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ പേരിൽ കോടികൾ പോയിട്ടുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ എന്തിനാടി ലക്ഷ്മിക്ക് ആക്സിഡൻ്റായ അന്ന് തന്നെ നീ എൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയത്? നീ എന്താ കരുതിയത്? ഞാൻ അറിഞ്ഞില്ല എന്നോ? പറയടി പുല്ലേ, എന്തിനായിരുന്നു നീ എൻ്റെ അച്ഛനെ? അഭി പറഞ്ഞത് കേട്ട് ലക്ഷ്മിയും സഞ്ജുവും രാഹുലും ഞെട്ടി നിന്നു. പറയടി പുന്നാര മോളെ, എന്തിനായിരുന്നു എൻ്റെ അച്ഛനെ? അഭിയുടെ ഉള്ളിലെ ദേഷ്യത്തിൽ സൂര്യയുടെ കയ്യിലുള്ള പിടുത്തം കൂടി. പറ സൂര്യ, ഇനി എന്താ ചെയ്യുന്നേ? എനിക്ക് തന്നെ അറിയില്ല, വേഗം പറഞ്ഞു. ഗിരിധർ വർമ്മ, മുടിഞ്ഞ ആയുസാണ് നിന്റെ തന്തയ്ക്ക്, അല്ലെങ്കിൽ അന്ന് തീരേണ്ടതായിരുന്നു. ജസ്റ്റ് മിസ്. പുത്രസ്നേഹം തൻ്റെ മകൻ്റെ സന്തോഷമാണ് വലുതെന്ന്. ആ കൈകൊണ്ട് പവർ ഓഫ് അറ്റോർണിയിൽ ഒരൊറ്റ സൈൻ, അതായിരുന്നു വേണ്ടത്. നിധി കൂമ്പ് നിന്നറിഞ്ഞാൽ കയ്യിൽ ഒതുക്കാൻ തോന്നിയത്. പിന്നെയാണ് അറിഞ്ഞത് സ്വന്തമായ ഒരു രൂപ പോലും എടുക്കാനില്ലാതെ തെണ്ടിയാണ് നിന്റെ തന്തയെന്ന്. സൂര്യ പറഞ്ഞത് കേട്ട് കണ്ണിൽ കത്തിയ പകയിൽ അഭി അവളുടെ കഴുത്തിൽ കൈമുറുക്കി. എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നു. ആരുടെ അച്ഛനാണ് തെണ്ടിയെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഗിരിധർ വർമ്മ അങ്ങേരി കോടീശ്വരനാണ്. ആ മനുഷ്യനെയാണ് നീ. അഭിയുടെ കഴുത്തിൽ ശക്തമായ പിടിയിൽ താൻ മരിച്ചു പോകുമെന്ന പോലെ സൂര്യയ്ക്ക് തോന്നി. അഭിയേട്ടാ പ്ലീസ്, അവളെ വിട്. അവളേക്കൊന്ന് ജയിലിൽ പോയി തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. പ്ലീസ് അഭിയേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. അപേക്ഷ പോലെ ലക്ഷ്മി അവനെ ചേർന്ന് നിന്ന് പറഞ്ഞിട്ടും അഭി അവളെ തട്ടിമാറ്റി കൂടുതൽ ശക്തിയിൽ സൂര്യയുടെ കഴുത്തിൽ പിടിമുറുക്കി. അഭി വിട്, നിന്നോട് ഞാൻ പറയുന്നത്, അവളെ വിടാൻ. സഞ്ജുവിൻ്റെ പറച്ചിൽ കേട്ട് അഭി അവനെ നോക്കിയെങ്കിലും തന്നെയും സൂര്യയുടെ കഴുത്തിലുള്ള പിടിവിടാതെ നിന്നു. അഭി പ്ലീസ്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഞാനില്ലേ അഭി പറയുന്നത്? ഇല്ല സഞ്ജു, ഇന്ന് എൻ്റെ കൈകൊണ്ട് ഇവളുടെ മരണമാണ്. ഒത്തിരിയായി ഞാൻ സഹിക്കുന്നു. ഇവളേക്കൊന്ന് ഇനി ജയിലിൽ പോയാലും വേണ്ടില്ല. എങ്കിൽ കൊല്ലടാ, അവളേക്കൊന്ന് നീ ജയിലിൽ പോ. അങ്ങനെ ഒരു ദുർവിധി നിനക്ക് വന്ന ഈ സഞ്ജീവ് മഹാദേവൻ ഒരു നിമിഷം ജീവനോടെ ഇരിക്കില്ല. എൻ്റെ മരണം കണ്ടിട്ട് നീ ജയിലിൽ പോയാൽ മതി. സഞ്ജു പറഞ്ഞത് കേട്ട് അഭി അവൻ്റെ കൈയെടുത്തു. ജീവൻ തിരിച്ചു കിട്ടിയ മാത്രമേ സൂര്യ കഴുത്തൊക്കെ തടവി തൻ്റെ ശ്വാസം നേരെയെടുത്തു. പകയിൽ അവൾ വീണ്ടും അഭിയെ നോക്കി. തന്നെ നോക്കി നിന്ന് അവളെ കണ്ട് വീണ്ടും അവൻ്റെ ദേഷ്യം ഇരച്ചു കയറി. നിനക്കെന്താ മതിയായില്ലേ? എന്നെ നീ കൊന്നാലും ഉള്ളത് ഞാൻ പറയും. നിന്റെ അച്ഛൻ ഗിരിധർ വർമ്മ ഒരു തരി മണ്ണ് പോലും പുള്ളിക്ക് സ്വന്തമായില്ല. ഉള്ളതെല്ലാം നിന്റെ ഈ തലയിലാണ് കുടഞ്ഞിടുന്നത്.
എന്തിനാ ഒരു രൂപ വേണമെങ്കിൽ? സ്വന്തം മകൻ്റെ സൈൻ നോക്കി നിൽക്കുന്ന ഒരു ഗതികെട്ട മനുഷ്യനാണ് നിന്റെ അച്ഛൻ. ഞങ്ങൾ കൊല്ലാൻ പ്ലാൻ ചെയ്തവരുപോലെ ഇവളെയും നിന്റെ അച്ഛനെയും. പക്ഷേ നിന്റെ അച്ഛൻ ഇവൻ്റെ അച്ഛൻ്റെ ഒപ്പം അയാളുടെ കാറിലായിരുന്നു. അപകടം പറ്റിയത് ഡ്രൈവർക്ക് ഒരേ ഹോസ്പിറ്റൽ. മോൻ കാമുകിക്ക് വേണ്ടി ഐസുവിൻ്റെ മുന്നിൽ, അച്ഛൻ ഡ്രൈവർക്ക് വേണ്ടി കുറച്ചു മാറി. പക്ഷെ നിൻ്റെയല്ലേ തന്ത, മുടിഞ്ഞ ബുദ്ധിയാണ് പുള്ളിക്ക്. മനസ്സിലായി പണിതത് ഞങ്ങളാണെന്ന്. നേരെ മുന്നിൽ വന്നൊരു ഭീഷണി. എൻ്റെ അഭിയൻ്റെ എല്ലാമാണ്. അവൻ്റെ ദേഹത്തൊരു പോറലുണ്ടായ അച്ഛനെയും മകളെയും പച്ചക്ക് കത്തിക്കുമെന്ന്. മോൻ്റെ അതേ ഡയലോഗ്, ചോരയുടെ ഗുണം. പക്ഷേ ഒന്നുണ്ട്, നിന്നെ പോലെയല്ല നിൻ്റെ അച്ഛൻ. ഗിരിധർ വർമ്മ വെറും വാക്ക് പറയില്ല. അതുകൊണ്ടൊന്ന് പേടിച്ചു. വല്ലാത്തൊരു ജന്മമാണ് നിൻ്റെ. നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരും അങ്ങ് നിനക്ക് വേണ്ടി മരിക്കും. സൂര്യ പറഞ്ഞ വാക്കുകൾ കേട്ട് ഞെട്ടിധരിച്ചു നിന്നു അഭി. അറിയാതെ ആ കണ്ണുകൾ നിറഞ്ഞു. ഡാ സഞ്ജീവ് മഹാദേവ, നീ കെട്ടിയെടുത്ത് തലയിൽ വെക്കാൻ പോകുന്നില്ലേ ഒരുത്തി, ഇവൻ്റെ പെങ്ങൾ അഭിരാമി വർമ്മ. അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ആ വെളുത്തു തുടുത്ത ശരീരം മാത്രമേ ഉള്ളൂ. ഒരു രൂപ അവളുടെ പേരിലില്ല. പറഞ്ഞെന്നേ ഉള്ളൂ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. നിന്റെ ആദ്യത്തെ ആവേശം കഴിയുമ്പോൾ നീ അവളെ കൊണ്ട് ഇവൻ്റെ മുന്നിലിട്ട് കൊടുത്താലും എനിക്കൊന്നുമില്ല. സൂര്യ പറഞ്ഞു കഴിഞ്ഞതും സഞ്ജു കൈവീശ അവളുടെ മുഖത്തടിച്ചതും ഒരുമിച്ചായിരുന്നു. പൊത്തിപ്പിടിച്ച കവിളുമായി അവൾ സഞ്ജുവിനെ നോക്കി. ഞാനൊരു പെണ്ണിനെയും ഇതുവരെ തല്ലിയിട്ടില്ല. എൻ്റെ കന്നിയടിയാണ് നിന്റെ കവിളത്ത്. ഒരു കുറ്റബോധവും തോന്നുന്നില്ല. ഗിരിധർ വർമ്മയുടെ മകളും അഭിരാം വർമ്മയുടെ പെങ്ങളുമായതുകൊണ്ട് മാത്രമല്ല അഭിരാമിയെ ഞാൻ സ്നേഹിച്ചത്. എൻ്റെ മനസ്സിൽ അവളോടുള്ളത് കളങ്കമില്ലാത്ത സ്നേഹമാണ്. അതെൻ്റെ മരണം വരെ അങ്ങനെയാവും. അതിന് പുട്ടിന് പീര പോലെ ഈ സ്വത്തും ധനവുമൊന്നും അവൾക്കൊപ്പം വേണ്ട. എൻ്റെ പെണ്ണ് മാത്രം മതി. ഇങ്ങോട്ട് വലിച്ചിടേണ്ട സബ്ജക്റ്റ് അല്ല. എന്തിനാ സൂര്യ അവളെ പറ്റി ഓരോന്ന് പറഞ്ഞ് എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കുന്നത്? മൃദു, ഇങ്ങ് പോരടി. നീ തിരക്കി നിന്ന മുതൽ എൻ്റെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്. വന്ന് ആനയിച്ചു കൊണ്ടുപോ. ഓക്കെ അബി. അബിയുടെ ഫോൺ വിളി കേട്ട് സൂര്യയുടെ ദേഷ്യം കൂടി. അവൾ മുന്നോട്ട് വന്ന് അബിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചു. അഭിരാം വർമ്മ, എന്താ നിൻ്റെ ഉദ്ദേശം? ഞാൻ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ എനിക്ക് ജയിലിൽ പോവാൻ മനസ്സില്ല. അവർ ആരാണ് എന്ന് പോലും എനിക്കറിയില്ല. പറ അഭിരാം, എന്തിനാ എന്നോട് ഈ ചതി? നിന്നെ സ്നേഹിച്ചു എന്താണോ ഞാൻ ചെയ്ത തെറ്റ്? നീ എന്നെ കരുതിക്കൂട്ടി ചതിച്ചതല്ലേ? എന്തിനു വേണ്ടി? അബിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചെന്ന് സൂര്യയെ കണ്ടതും ലക്ഷ്മിയുടെ സകല കൺട്രോളും പോയി. സൂര്യ എന്ന ലക്ഷ്മിയുടെ അലർച്ചയിൽ അബിയും സൂര്യയും ഞെട്ടി. അബിയേട്ടൻ്റെ ദേഹത്തു നിന്ന് കൈയെടുത്ത് മാറി നിൽക്കടി പുല്ലേ. സഞ്ജുവേട്ട, ഇന്ന് ഈ സൂര്യയുടെ തലയടിച്ച് പൊളിക്കും ഞാൻ. അത് നിനക്ക് എങ്ങനെ അറിയാം? അവളുടെ സ്വഭാവം പണ്ടേ അങ്ങനെയാണ്. അവൾക്ക് ഇഷ്ടമുള്ള ഒരു കൊച്ചു ചെടിയാണെങ്കിൽ പോലും നമ്മൾ നല്ലതെന്ന് പറഞ്ഞാൽ തീർന്നു. അന്നേരമാണ് കെട്ടിയവൻ. രാഹുലിൻ്റെ സംസാരം കേട്ട് സഞ്ജുവിന് ചിരി വന്നു. ലക്ഷ്മിയുടെ മുഖത്ത് ദേഷ്യം കണ്ട് സൂര്യ ഒന്ന് പതറി. എങ്കിൽ കൂടിയും പൂർവാധികം ഉഷാറോടെ അവൾ തിരിച്ചു ചോദിച്ചു, അതെന്താടി, ഞാൻ തൊട്ട നിന്റെ ഭർത്താവ് ഉരുകി പോകുമോ? എന്തൊക്കെ പറഞ്ഞാലും കുറേ കാലം ഞാൻ ഇവനെ മോഹിച്ചതല്ലേ. ഒന്ന് ചേർന്ന് നിന്നോട്ടെ. അവന് വലിയ ഇൻട്രസ്റ്റ് കാണില്ല. എന്നാലും ഒക്കെ പലവട്ടമായി ചോദിക്കണമെന്ന് കരുതുന്നു. എന്താ അബി, ഏതാ നിന്റെ പെർഫ്യൂം ബ്രാൻഡ്? എൻ്റെ മുടി. പെട്ടെന്ന് മുന്നോട്ട് വന്ന ലക്ഷ്മി സൂര്യയുടെ മുടി കുത്തു പിടിച്ചു. അബിയിൽ നിന്ന് വിട്ട് അവൾ മാറി നിന്നു. തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന കയറിൽ നിന്നും തല ഊരിയെടുക്ക്, എന്നിട്ടാവാം ബാക്കി. നിനക്ക് വേദന എടുക്കുന്നില്ല? ഉണ്ടാവും. കുറച്ചു മുന്നേ ഇതേ വേദനയില്ലേ ഞാനും അനുഭവിച്ചത്. ലക്ഷ്മി, അവളെ വിടാൻ. അബിയുടെ സംസാരം കേട്ട് അവനെ ദേഷ്യത്തിൽ നോക്കി ലക്ഷ്മി അവളെ വിട്ടുമാറി. സൂര്യ, നീ എന്താ പറഞ്ഞത്? നീ ഒരു തെറ്റും ചെയ്തില്ല എന്ന്. നീ ഒറ്റൊരാൾ കാരണം അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ 2 മക്കൾ. എന്ത് തെറ്റാണ് അവർ നിന്നോട് ചെയ്തത്? നീ ആരുടെ കാര്യമാണ് അഭിരാം ഈ പറയുന്നത്? നീ മറന്നു പോയോ? ദീപക് ഓർമ്മയില്ല നിനക്ക്? ആ പേര് കേട്ടതും സൂര്യ ഞെട്ടലിൽ അഭിയെ നോക്കി. എനിക്കറിയാം നിനക്ക് അങ്ങനെ അവനെ മറക്കാൻ പറ്റുമോ? ഓർമ്മയില്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് ഞാൻ പറയാം. സഞ്ജു, ഇവൾക്ക് ഈ പ്രേമരോഗം പണ്ടുള്ള അസുഖമാണ്. അതിനിരയാത് ആ ചെറുക്കനും. അന്നേരമാണ് എൻ്റെ വരവ്. കുട്ടിക്ക് ഇത്തിരി ആത്മാർത്ഥത കൂടുതലാണല്ലോ. അതുകൊണ്ട് അവനെ കളഞ്ഞെൻ്റെ നെഞ്ചത്ത് കയറി. അവൻ വിടുവോ? പിന്നെ ഇവൾക്ക് മുന്നിൽ ഒരൊറ്റ വഴി, അവനെ അങ്ങ് തട്ടുക. ഒരൊറ്റ കുത്തിൽ കാര്യം കഴിഞ്ഞ്. മകൾ എന്ത് തെറ്റ് ചെയ്താലും കണ്ടു നിൽക്കുന്ന രാമചന്ദ്രൻ എന്ന പൊന്നോമന ഡാഡി അതങ്ങ് അവൻ്റെ കൂട്ടുകാരൻ്റെ തലയിലാക്കി കൊടുത്തു. കൂടി നടന്ന സ്വന്തം ആത്മാർത്ഥ സുഹൃത്ത് അവനില്ലാതായ ദുഃഖം, അതിലുപരി അവനെ കൊന്നു എന്ന പേരും. പാവം, അത് സ്വയം തൻ്റെ ജീവനൊടുക്കി. അവൾ കാരണം ഒരുപോലെ 2 മരണം. നിന്റെ അസുഖം പ്രേമമല്ല, വേറെയാണ്. ആ വികാരം മാത്രമാണ്
നിന്റെ മുന്നിലുള്ള ഓരോ ആണിലും അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? 25 വയസ്സ് ഇതിൻ്റെ ഇടയിൽ നിന്റെ ജീവിതത്തിൽ അല്ല, കിടപ്പറയിൽ വന്ന് ഏതേലും ഒരു ആണിനെ നീ സ്നേഹിച്ചിരുന്നു? സ്നേഹം പുച്ഛമാണ് എനിക്ക് ആ വാക്കിനോട്. ആരാ പരസ്പരം ശരിക്കും സ്നേഹിക്കുന്നത്? എല്ലാവരും സ്നേഹം തന്നെയാണ്. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയാണ്. പക്ഷേ ഓരോ തവണയും നിന്റെ അവഗണന വളരെ വലുതായിരുന്നു അഭിറാം. 3 കൊല, 14 വർഷങ്ങൾ. ഇനിയുള്ള എൻ്റെ ജീവിതം സെൻട്രൽ ജയിലിലാണ്. എല്ലാം നീ കാരണം. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോഴും നീ ഒന്ന് ചേർത്ത് നിർത്തിയ എൻ്റെ മനസ്സിൽ നിന്നോട് തോന്നുന്നത് പ്രണയമാണ്. പറഞ്ഞു കഴിഞ്ഞതും സൂര്യയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. പെട്ടെന്ന് അവളുടെ പുതിയ ഭാവം കണ്ട അഭിയൊന്ന് പകച്ചു. സഹോദര, എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഭീമൻ്റെ ശരീരവും കുചേലൻ്റെ മനസ്സുമാണ് എൻ്റെ കെട്ടിയവൻ. പിഴച്ചു പോകുമോ? അറിയില്ല പെങ്ങളെ, സെൻഡിയാണ് അവൻ്റെ മെയിൻ. എങ്കിൽ അഭിറാം വർമ്മ ഇന്ന് പടമാണ്. ജയിലിൽ പോകുന്നത് ഞാനായിരിക്കും. അഭിയേട്ട എന്ന ലക്ഷ്മിയുടെ വിളിയേട്ട് അഭി തിരിഞ്ഞതും തലയ്ക്ക് പുറകിൽ കിട്ടിയ ശക്തിയുള്ള അടിയിൽ അഭി നിലത്തിരുന്നു. സഞ്ജു തന്നെ വിളിച്ച തലയിൽ പൊത്തി നിലത്തിരുന്ന അഭിയെ കണ്ട് സഞ്ജുവും ലക്ഷ്മിയും ഓടി വന്നു. എന്താടാ അഭി, എന്താ പറ്റിയത്? സോറി അഭിറാം, നിന്റെ ശരീരത്തിൽ നിന്ന് ചോര പൊടിയുന്നത് എനിക്ക് സങ്കടമാണ്. പക്ഷെ എന്തു ചെയ്യാൻ? അഭിയേട്ട എന്തേലും പറ്റിയോ? ഇല്ല എന്ന രീതിയിൽ അഭി തൻ്റെ തലയനക്കി. എന്ത് പറ്റാൻ? നിന്റെ കെട്ടിയവനെ മുടിഞ്ഞ ആരോഗ്യമല്ലേ, കൊല്ലാനൊന്നുമല്ല. ഇത്രയെങ്കിലും ഞാൻ ഇവനോട് ചെയ്യണ്ടേ? കയ്യിലൊരു കമ്പിയുമായി നിൽക്കുന്ന സൂര്യയെയും തല പൊത്തി പിടിച്ചിരിക്കുന്ന അഭിയെയും ലക്ഷ്മി മാറി മാറി നോക്കി.